ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ എനിക്ക് കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ പോവാത്ത ജ്യോതിഷന്മാരോ പോവാത്ത ക്ഷേത്രങ്ങളും ഇല്ല. പക്ഷെ ഞാനിങ്ങോട്ട് പച്ച പിടിക്കണില്ല, കര കയറണില്ല. എന്നും കണ്ണീര് മാത്രമേ ഉള്ളൂ. രാവിലെ മുതൽ രാത്രി വരെ കണ്ണീര് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പലരും പല്ലവി പറയുന്നുണ്ട്. ഒരു വിദ്യമല്ലാത്തവരൊന്നും ഭൂമിയിൽ ഭഗവാൻ സൃഷ്ടിക്കില്ല. അവർക്ക് അറിയാവുന്ന വിദ്യ മുന്നോട്ട് കൊണ്ടുപോകാം. വെറുതെ ഇരുന്ന് നാമം മാത്രം ചെല്ലിയാലൊന്നും അന്നം മേടിക്കാൻ പറ്റില്ല. നാമം ചെല്ലുന്നത് നല്ലതാണ്. പക്ഷേ ഈ 24 മണിക്കൂറും നാമം ജപിച്ചുകൊണ്ടിരുന്നവനൊന്നും അന്നം കിട്ടിയെന്ന് വരില്ല. ഇപ്പം സമ്പത്ത് ഉള്ളവന് കരയാൻ ആ സമ്പത്തിനെ എങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ അത് ഉപയോഗപ്രദമാക്കാമെന്ന് നോക്കും. കരഞ്ഞിട്ട് ഒരു കാര്യമുണ്ടോ? രാവിലെ തുടങ്ങി അയ്യോ അയ്യോ എന്നുള്ള കരയുന്നവനെ എപ്പോഴും അയ്യോ വയ്യോ തന്നെയായിരിക്കും. ഒരിക്കലും കരയരുത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഉഷാറായിട്ട് വളരെ സന്തോഷത്തോടെ നമ്മൾ എഴുന്നേറ്റ് നന്ദി പറയണം. നമ്മൾ കിടന്നിട്ട് എഴുന്നേൽക്കുന്ന ഗ്യാരണ്ടി ഒന്നും ആർക്കുമില്ല. എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ താങ്ക് യു പറയാം. ഉദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക, കൃത്യനിഷ്ഠകൾ ചെയ്യാം, നല്ല വാക്കുകൾ പറയുക, ഒരാളെ പോലും വിഷമിപ്പിക്കാതിരിക്കാം. രാത്രി കിടക്കാൻ നേരത്തെ ആരോടെങ്കിലും അറിഞ്ഞോ അറിയാതെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയാം. ഇന്നത്തെ ദിവസം നന്നായി കിട്ടിയാൽ താങ്ക് യു പറയുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയാൽ നമുക്കെപ്പോഴും നല്ലതേ വരുള്ളൂ, നല്ല കാര്യങ്ങളെ സംഭവിക്കുകയുള്ളൂ. നമസ്കാരം. സ്ഥിരമായിട്ട് എല്ലാവരും എന്ന് പറയുന്ന പലവയാണ്. ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ എനിക്ക് കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ പോവാത്ത ജ്യോതിഷന്മാരോ പോവാത്ത ക്ഷേത്രങ്ങളും ഇല്ല. പക്ഷെ ഞാനിങ്ങോട്ട് പച്ച പിടിക്കണില്ല, കര കയറണില്ല. എന്നും കണ്ണീര് മാത്രമേ ഉള്ളൂ. രാവിലെ മുതൽ രാത്രി വരെ കണ്ണീര് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പലരും പല്ലവി പറയുന്നുണ്ട്. ഇതിൻ്റെ എന്താണ് പരിഹാരം? എന്താണ് കാരണം? ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാൻ പ്രസാദിക്കില്ല എന്ന് പറയാൻ ഞാൻ വിശ്വസിക്കില്ല. കണ്ണീര് രാവിലെ എണീക്കുമ്പോൾ തുടങ്ങി ഇന്നെന്തായിരിക്കും, ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കരയുന്നവർക്ക് എന്നും കണ്ണീര് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതെല്ലാം അതിന് വിധിയാണെന്ന് സങ്കല്പിക്കാതെ നമ്മൾ അതിൽ നിന്നും അതിജീവിക്കാൻ നോക്കണം. ഇപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടുണ്ടായാലും അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കണം. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും വിദ്യകളിൽ പ്രാഗൽഭ്യമുള്ളവരായിരിക്കും. ഒരു വിദ്യമല്ലാത്തവരൊന്നും ഭൂമിയിൽ ഭഗവാൻ സൃഷ്ടിക്കില്ല. അവർക്ക് അറിയാവുന്ന വിദ്യ മുന്നോട്ട് കൊണ്ടുപോകാം. വെറുതെ ഇരുന്ന് നാമം മാത്രം ചെല്ലിയാലൊന്നും അന്നം മേടിക്കാൻ പറ്റില്ല. നാമം ചെല്ലുന്നത് നല്ലതാണ്. പക്ഷേ ഈ 24 മണിക്കൂറും നാമം ജപിച്ചുകൊണ്ടിരുന്നവനൊന്നും അന്നം കിട്ടിയെന്ന് വരില്ല. അപ്പം അധ്വാനിക്കണം. നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് അധ്വാനിക്കുകയും നമ്മൾ മണി മാനേജ്മെൻറ്റും കറക്റ്റായി ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കരയുന്നവന് ബൈബിളിൽ പറഞ്ഞില്ലേ, ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഉള്ളവന് കൊടുക്കുമെന്ന് പറയുന്നത്. എന്താ കാരണം? നമ്മളുള്ളവൻ അതിനെപ്പറ്റി എങ്ങനെ ഉയർത്തും? അയാൾക്ക് കരയാൻ നേരമില്ല. ഇപ്പം സമ്പത്ത് ഉള്ളവന് കരയാൻ ആ സമ്പത്തിനെ എങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ അത് ഉപയോഗപ്രദമാക്കാമെന്ന് നോക്കും. കരഞ്ഞിട്ട് ഒരു കാര്യമുണ്ടോ? രാവിലെ തുടങ്ങി അയ്യോ അയ്യോ എന്നുള്ള കരയുന്നവനെ എപ്പോഴും അയ്യോ വയ്യോ തന്നെയായിരിക്കും. ഒരിക്കലും കരയരുത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഉഷാറായിട്ട് വളരെ സന്തോഷത്തോടെ നമ്മൾ എഴുന്നേറ്റ് നന്ദി പറയണം. നമ്മൾ കിടന്നിട്ട് എഴുന്നേൽക്കുന്ന ഗ്യാരണ്ടി ഒന്നും ആർക്കുമില്ല. എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ താങ്ക് യു പറയാം. പ്രപഞ്ചത്തിനോട് താങ്ക് യു പറയാം, ദൈവത്തോട് താങ്ക് യു പറയുക. എഴുന്നേറ്റ ശേഷം നമ്മളെപ്പോഴും ഒരു മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങൾ സേവ് എന്ന് പറഞ്ഞാൽ സൈലൻ്റായിട്ട് കുറച്ച് നേരം ഇരുന്ന് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, ദൈവത്തെ ചിന്തിക്കുക, നമ്മൾ വിശ്വസിക്കുന്ന ദേവനെ ചിന്തിക്കുക, വിശ്വസിക്കുന്ന എന്താണോ അല്ല പ്രപഞ്ചത്തിൽ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് അഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് നന്മ വരാനുള്ള ആഗ്രഹങ്ങൾ എന്താണ്? ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിക്ക് ശമ്പള വർധന, ജോലിയിൽ സന്തോഷം, സമാധാനം, ഇതെല്ലാം നമുക്ക് വേണം. രാവിലെ എഴുന്നേൽക്കുന്നത് എൻ്റെ സന്തോഷമുള്ള ദിവസമാണ്, ഇന്ന് ഞാൻ ഹാപ്പിയാണ്, ഇന്ന് ഞാൻ വെൽത്തിയാണ്, ഞാൻ ലക്കിയാണ്. ഈ വിവരങ്ങൾ നമ്മളെപ്പോഴും ഉച്ചരിക്കണം. അത് കഴിഞ്ഞിട്ട് അഫർമേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? വിഷ്വലൈസേഷൻ. നമ്മളിങ്ങനെ പ്രമോഷൻ കിട്ടണം, അല്ലെങ്കിൽ ജോലി കിട്ടുമ്പോൾ ഈ ശമ്പളം, ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കച്ചവടം കിട്ടുന്നതായിട്ടും, ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറി അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കിട്ടുന്ന ശമ്പളത്തിന് മുഴുവൻ ലോട്ടറി അടിക്കുന്നവരുണ്ട്. തെറ്റാണത്. എങ്കിലും ഈ ലോട്ടറി അടിക്കുന്നതായിട്ടും ഇങ്ങനെ നമ്മൾ അഫർമേഷൻ ചെയ്ത് വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെപ്പോഴും ആളുകൾക്ക് പറയും എനിക്ക് അവിടെ വേദന, ഇവിടെ വേദന, എപ്പോഴും വേദനയാണെന്ന് പറയും. എന്താ വേദന? നമ്മൾ എക്സസൈസ് ചെയ്യണം, യോഗ എക്സസൈസ് ഒക്കെ ചെയ്യണം. കാരണം നമ്മുടെ ശരീരം അനങ്ങുന്നില്ല. അനങ്ങാതെ പഴയ കാലത്ത് അമ്മിയൊക്കെ കണ്ടിട്ടുണ്ടാവും. അമ്മി ഇങ്ങനെ അരച്ചരച്ച് നടു തേഞ്ഞിരിക്കും. എന്താ കാരണം? ഒരു വശത്ത് തന്നെ പ്രഷർ വരുമ്പോൾ. നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കണം. എന്തെങ്കിലും യോഗയോ എക്സസൈസോ ഓട്ടോ ചാട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം. പ്രായമായി നടക്കുക, ഏറ്റവും നല്ല എക്സസൈസാണ് നടക്കുക. ചെരുപ്പില്ലാതെ നടക്കുക. ഇങ്ങനെ മുറ്റത്തൊക്കെ ചെരുപ്പില്ലാതെ നടന്ന് ഒരു അരമണിക്കൂർ നടന്നു കഴിയുമ്പോൾ നമ്മുടെ അസുഖങ്ങൾക്ക് ഒരു 70% മാറ്റം വരും. രാത്രി കിടക്കാൻ നേരത്തെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് അടച്ചു വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ വെള്ളത്തിൽ വീണ്ടും പ്രാർത്ഥിച്ച വെള്ളം വെറും വയറ്റി കുടിക്കുക. അപ്പോൾ നമുക്ക് ആസിഡിറ്റി ഉണ്ടാവില്ല, വയറ്റിൽ ആസിഡിറ്റി ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല നമ്മൾ ആ ദിവസം ആ വെള്ളമാണ് നമ്മുടെ ശരീരത്തിലെ 3/4 ജലമാണ്. പ്രപഞ്ചത്തിൻ്റെ 70% ജലമാണ്. അപ്പോൾ ഈ ജലം ഉള്ളിച്ചെല്ലുമ്പോൾ നമ്മൾ
ഓരോ ചക്രാസും ഓരോ ഞരമ്പുകളും എല്ലാം നമ്മൾ ആക്റ്റീവ് ആവുന്നു. അതൊക്കെ ദിനചര്യയായിട്ട് ചെയ്യാതെ രാവിലെ എഴുന്നേറ്റ് കരഞ്ഞിട്ട് എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഇല്ല എന്ന വാക്ക് പറയരുത്. പഴയ കാരണവന്മാർ പറയും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ അതില്ല അതില്ല എന്ന് പറയരുത്. ഇപ്പോൾ എന്തെങ്കിലും സാധനം ഷോർട്ടാണെങ്കിൽ പറയും ആ സാധനം വാങ്ങിക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ അത് ഇല്ല ഇല്ല എന്ന് പറയരുത് ഒരിക്കലും. പിന്നെ കൃത്യമായിട്ട് കൃത്യസമയത്ത് എഴുന്നേൽക്കുക. ഉദയത്തിന് മുമ്പിൽ എഴുന്നേൽക്കുന്നവൻ രോഗമില്ലാത്തവനാണ്. ഉദയത്തിന് മുമ്പ് എപ്പോഴും ഉദയം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങരുത്. രാത്രി 12 മണി വരെയൊക്കെ ഈ മൊബൈലും ഒക്കെ നോക്കി ഇരുന്ന് സമയം കളയരുത്. നമ്മളൊരു 10 മണി അല്ലെങ്കിൽ 9:30 ആകുമ്പോൾ കിടക്കാം, രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേൽക്കുക. ഇങ്ങനെ കൃത്യനിഷ്ഠയായിട്ട് വരുന്നവന് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേറ്റിരിക്കും. ആരും വിളിക്കാതെ തന്നെ എഴുന്നേറ്റിരിക്കും. അങ്ങനെ കൃത്യനിഷ്ഠയായിട്ട് ചെയ്യുമ്പോൾ രോഗങ്ങൾ ഉണ്ടാവില്ല, സങ്കടങ്ങൾ ഉണ്ടാവില്ല, സന്തോഷവും സമാധാനവും. പിന്നെ വർക്ക് ചെയ്യുക, നമുക്ക് അറിയുന്ന ജോലി ചെയ്യുക. ഒരു ജോലി അറിയാത്തവരിന്ന് ഭൂമിയിലില്ല. എന്തെങ്കിലും ജോലി നമുക്ക് എന്തറിയാം അത് ചെയ്യാം. പിക്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിക്കിൾ ഉണ്ടാക്കി വിൽക്കുക, കേക്ക് ഉണ്ടാക്കാം, തയ്ക്കണമെങ്കിൽ തയ്ക്കാം, വിദ്യാഭ്യാസത്തോടൊപ്പം ട്യൂഷൻ എടുക്കാം. ജോലി കിട്ടണമെങ്കിൽ സർക്കാർ ജോലി കിട്ടണം, എനിക്ക് ഇന്ന് സ്ഥാപനത്തിൽ ജോലി കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. അപ്പോൾ നമുക്ക് ട്യൂഷൻ എടുക്കാം. എന്തെല്ലാം മെത്തേഡുകൾ ഇന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി നമ്മൾ പോസിറ്റീവായി തിങ്ക് ചെയ്താൽ തന്നെ സംഭവങ്ങളൊക്കെ മാറും. അതുപോലെ നേരം വെളുക്കുമ്പോൾ ക്ഷേത്രങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും പോയിട്ട് കാര്യം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കോൺസെൻട്രേറ്റ് പോവുക. നമ്മുടേതായ ഇഷ്ടദേവൻ ഏതാണോ അവിടെ പോവുക. മഹാക്ഷേത്രങ്ങളിൽ മാസത്തിലൊരിക്കൽ പോവുക. ഇങ്ങനെയൊക്കെ ചിട്ടയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും മാറും. ഇപ്പോൾ ജോലി കിട്ടുന്നില്ല എന്ന് അപേക്ഷിച്ചാലേ ജോലി കിട്ടുള്ളൂ. ജോലിക്ക് അപേക്ഷിക്കുക, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതനുസരിച്ച് അപേക്ഷിക്കുക, അപേക്ഷിച്ചുകൊണ്ടേയിരിക്കുക. അപേക്ഷിച്ച ശേഷം നമുക്ക് കിട്ടിയതായിട്ട് പ്രാർത്ഥിക്കുക, പച്ചമഷിയും കൊണ്ട് എഴുതാം എനിക്കിന്ന് ജോലി കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒന്നും പഠിക്കാത്ത ഒരു 10ാം ക്ലാസ് വരെ പഠിച്ചാൽ കളക്ടറാവണമെന്ന് ആഗ്രഹിച്ച് എഴുതി വെച്ചാൽ നടക്കില്ല. കാരണം അത് നടക്കാത്ത കാര്യങ്ങളാണ്. നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് കിട്ടാവുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ എഴുതുക. സർക്കാർ ജോലി കിട്ടുന്ന സൂര്യ നീചത്തിലെടുക്കുന്ന ഒരാൾക്ക് സർക്കാർ ജോലി കിട്ടില്ല. അപ്പോൾ എന്താണോ നമുക്ക് കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ എഴുതുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. പ്രവർത്തനമാണ് വേണ്ടത്. താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത്. നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുകയും ചെയ്യുക. ഫുൾ ടൈം പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. പ്രാർത്ഥന വേണം, വേണ്ട എന്നല്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. പഠിക്കുന്ന കുട്ടികളുടെ ജോലി എന്താ പഠിക്കുക. അങ്ങനെ ഓരോ കാര്യം. അതുപോലെ വീടും പരിസരം അമ്മമാരുടെ ജോലി എന്താ വീടും പരിസരം വൃത്തിയാക്കി വയ്ക്കുക, അവനോട് സാധിക്കുന്ന ആളെ നിർത്തി ചെയ്യുക. ഇതെല്ലാം വളരെ ക്ലീനായിട്ട് വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമ്പത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. വൃത്തിയും വെടുപ്പുള്ള എടുത്ത് ഐശ്വര്യം ഉണ്ടാവും. അതുപോലെ കലഹം പാടില്ല. എപ്പോഴും ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നിടത്ത് ദേവി ഉണ്ടാവില്ല, ലക്ഷ്മി ഉണ്ടാവില്ല. കലഹമൊന്നുമില്ലാതെ ഭക്ഷണത്തിനൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്യുക. എച്ചിൽ പാത്രങ്ങൾ അടുക്കളയിൽ ഇടാതിരിക്കുക, രാത്രി എല്ലാ പാത്രവും കഴുകി വെച്ചിട്ട് കിടക്കുക. ഇങ്ങനെയൊക്കെ രീതിയിൽ പോവുകയാണെങ്കിൽ ആ വീട്ടിൽ നല്ല ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾ അനുവർത്തിച്ചാൽ നമുക്ക് എല്ലാ ബുദ്ധിമുട്ടും, അല്ലാതെ കരയേണ്ട കാര്യമില്ല. അയ്യോ അയ്യോ എന്നുള്ള കരയേണ്ട കാര്യം ഉണ്ടാവില്ല. അല്ലാതെ ഈ ജനിച്ചിട്ട് ഇന്ന് മുതൽ എനിക്ക് കഷ്ടകാലമാണ്, ജനിച്ചിട്ട് ഇന്ന് മുതൽ എനിക്ക് ദുരിതമാണെന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. നമ്മൾ ജനിച്ചു സത്യം. നമ്മുടെ ജാതകം എന്തായാലും നമ്മൾ കൃത്യനിഷ്ഠയായിട്ടും കൃത്യകാര്യങ്ങളായിട്ടും ഈശ്വരീയമായിട്ടും മുന്നോട്ട് പോയാൽ നമുക്കെല്ലാം നേടാൻ സാധിക്കും. ഒന്നും നേടാതിരിക്കില്ല. ഇനി ലോട്ടറി എടുക്കണം, ലോട്ടറി അടിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് ലോട്ടറി അടിക്കാൻ യോഗമുള്ളവരൊക്കെ ഉണ്ടാവും, ജാതകത്തിലുണ്ടാവും. ലോട്ടറി എടുക്കുന്നത് കഴിയുമ്പോൾ ആ ലോട്ടറി എടുത്ത ശേഷം ആ ലോട്ടറി ടിക്കറ്റ് കയ്യിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, ഭഗവാനെ ഇതിൽ എന്തെങ്കിലും അംശം എനിക്ക് ലോട്ടറി കിട്ടുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യം. ഞാൻ കയറ്റി എടുക്കാറില്ല. കാരണം ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പണമാണത്, നമുക്കത് വേണമെന്നില്ല. അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിനാണ് നമുക്ക് സന്തോഷമുള്ളൂ. ആ ലോട്ടറി ഇപ്പോൾ അടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ലോട്ടറി എടുത്ത ശേഷം നമ്മൾ പ്രാർത്ഥിക്കാം, എനിക്ക് ഈ ലോട്ടറി അടിച്ചിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ സന്തോഷത്തോടെ ഇത് മേടിക്കുമ്പോൾ സന്തോഷത്തോടെ വയ്ക്കേണ്ടത് സന്തോഷിക്കാം. അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ഒരു തുക നമുക്ക് അടിക്കാതിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് സാധിക്കുന്നതാണ്. ലോട്ടറി എടുത്ത ശേഷം നമ്മൾ വലിയ ബമ്പറും ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒരു പേപ്പർ എടുക്കുക. 11 പീസ് പേപ്പർ വേണം. ഒരു പേപ്പറിൽ എഴുതുക, എനിക്ക് ഇന്ന നമ്പറിലുള്ള ടിക്കറ്റിന് ഇത്ര രൂപ ലഭിച്ചിരിക്കുന്നു, നന്ദി. അങ്ങനെ ഒരു 11 പ്രാവശ്യം പച്ചമഷി കൊണ്ട് എഴുതി മാറ്റി വയ്ക്കാം. അങ്ങനെ 11 ദിവസം എഴുതി വെച്ച ശേഷം അപ്പോഴത്തേക്കും ടിക്കറ്റിന് സമയമാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തുക അടിക്കാതിരിക്കില്ല. അത് അനുഭവമുള്ളവർക്ക് പറഞ്ഞാൽ പലർക്കും പലയിടത്തും അനുഭവമുണ്ട്. അത് വളരെ അനുഭവമുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ചിട്ടി കിട്ടാനായിട്ട് ചിട്ടിയൊക്കെ നമുക്ക് അടുക്കാറായിട്ടുണ്ടെങ്കിൽ അതിന് ഉപ്പ് വിദ്യ എന്നുള്ള സംഭവമുണ്ട്. ഉപ്പ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് 3/4 ഭാഗം വെള്ളം എടുത്ത് 3 സ്പൂൺ കല്ലുപ്പിട്ട് പച്ചമഷിയും കൊണ്ട് എഴുതി പ്രാർത്ഥിച്ച് അതിലിടുക. നമ്മുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക, എനിക്ക് ഇന്നത് ലഭിച്ചിരിക്കുന്നു എന്നും പറഞ്ഞാൽ അതിലിടുക. ഇട്ട് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ 4ാമത്തെ ദിവസം തെങ്ങിൻ്റെ ചോട്ടിൽ എവിടെയെങ്കിലും ഒഴിക്കുക. ചെടിച്ചോട്ടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോവും. അതുകൊണ്ട് തെങ്ങിൻ്റെ ചോട്ടിൽ ഒഴിക്കാം. ഉപ്പ് തെങ്ങിന് നല്ലതാണ്.
അപ്പോൾ അത് ലോട്ടറി നമുക്ക് നറുക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ നടക്കുക. എനിക്ക് ഒരുപാട് പേരുടെ അനുഭവമുണ്ട്. കാരണം നമുക്ക് സങ്കടം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കാതെ ഇതൊക്കെ വലിയ പൈസ ചിലവില്ലാത്ത കാര്യമാണ്. ഈ ഉപ്പും പേപ്പറും ഒക്കെ വലിയ പൈസയും ചിലവില്ല. ഒരു ഗ്ലാസ് ബോട്ടിലിൽ 3/4 ഭാഗം ഉപ്പെടുക്കുക, 3 സ്പൂൺ കല്ലുപ്പിടാം, അതിനകത്ത് ഒരു പീസ് പേപ്പറിൽ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പേരെഴുതുക, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക, നമ്മുടെ ആവശ്യം എഴുതുക, പച്ച ജെൽ മഷി കൊണ്ട് എഴുതുക, ഗ്രീൻ ജെൽ ഇങ്ങ് കൊണ്ട് എഴുതുക. എന്നിട്ട് അത് നന്നായിട്ട് മടക്കി അതിലിട്ട് വയ്ക്കുക. 3 പ്രാവശ്യം അതുപോലെ ഇടുക. 3 ദിവസം ഇടുക, 4ാമത്തെ ദിവസം എടുത്ത് തെങ്ങിലോട്ട് ഒഴിക്കാം. അത് നടന്നിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസത്തോടെ ചെയ്യണം. ആർക്കോ വേണ്ടി ചെയ്യരുത്. എൻ്റെ കാര്യം നടന്നിരിക്കും, ഞാനിത് സമർപ്പിച്ചിരിക്കുന്നു എന്ന് ഭഗവാൻ എന്തും സമർപ്പണം ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഈ കരയേണ്ട കാര്യമില്ല. എൻ്റെ ജാതകം അങ്ങനെയായി, ഞാൻ ജ്യോതിഷന്മാരടുത്ത് പോയി പൂജ ചെയ്തു എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്നാണ് കൃത്യനിഷ്ഠയോടുകൂടി പങ്ക്ച്വാലിറ്റിയോട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ദോഷവും വരില്ല. ഉദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക, കൃത്യനിഷ്ഠകൾ ചെയ്യാം, നല്ല വാക്കുകൾ പറയുക, ഒരാളെ പോലും വിഷമിപ്പിക്കാതിരിക്കാം. രാത്രി കിടക്കാൻ നേരത്ത് ആരോടെങ്കിലും അറിഞ്ഞോ അറിയാതെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയാം, ഇന്നത്തെ ദിവസം നന്നായി കിട്ടിയാൽ താങ്ക് യു പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയാൽ നമുക്കെപ്പോഴും നല്ലതേ വരുള്ളൂ. നല്ല കാര്യങ്ങളെ സംഭവിക്കുകയുള്ളൂ, നന്നായിട്ടേ വരികയുള്ളൂ.